കെ സുധാകരന്റെ അതിർത്തിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി പുറത്തുവരുന്നു. ഒരിക്കൽ കൂടി കണ്ണൂരിനെ ചൊല്ലി കോൺഗ്രസിൽ കലാപക്കൊടി ഉയർത്തി കെ സുധാകരൻ MP. സ്ക്രീനിംഗ് കമ്മിറ്റി നടക്കുന്ന ഡൽഹിയിൽ നിന്ന് കെ സുധാകരൻ നാട്ടിലേക്ക് മടങ്ങി. പിന്നാലെ കണ്ണൂരിൽ ത്യാഗങ്ങൾ വിവരിച്ച് ഫേസ്ബുക്കിൽ അതിവൈകാരികമായ പോസ്റ്റും കെ സുധാകരൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് വിനീത VG ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. അതോടൊപ്പം തന്നെ അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്നുമുണ്ട്. അജീഷ്, ഇപ്പോൾ കണ്ണൂരിൽ കെ സുധാകരന്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ അനുയായികൾ, കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകർ എത്തുന്ന കാഴ്ചയാണോ അവിടെ കാണാൻ കഴിയുന്നത്? കാരണം വളരെ വൈകാരികമായ പ്രതികരണങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത്. മാത്രമല്ല, അവിടെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആ പോസ്റ്ററുകളിൽ പറയുന്നത് കെ സുധാകരനെ തഴഞ്ഞാൽ പ്രത്യാഘാതം ഉണ്ടാകും എന്നാണ്. അതായത് മത്സര രംഗത്തേക്ക് കെ സുധാകരൻ ഉണ്ടാകണം, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകും എന്ന് നേതൃത്വത്തിന് ഒരു സന്ദേശമാണല്ലോ, ഒരു മുന്നറിയിപ്പ് സന്ദേശമാണല്ലോ ഈ പോസ്റ്ററുകളിലൂടെയൊക്കെ പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് അജീഷ് അവിടുത്തെ ഒരു സാഹചര്യം? കൂടുതൽ അണികൾ കെ സുധാകരന്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണോ? അവരുടെയൊക്കെ വളരെ വൈകാരികമായ പല പ്രതികരണങ്ങളും നമ്മൾ കണ്ടു ഇതിനോടകം. ഈ കെ സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ അവസാന വാചകം തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതായത് കടന്നു വന്ന കനൽ വഴികൾ ഒരുപക്ഷെ മറ്റുള്ളവർക്ക് മറക്കാനാകുമായിരിക്കും, പക്ഷേ എനിക്കതൊന്നും മരണത്തിലും മറക്കാനാവാത്ത പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ്. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെയാണ് കെ സുധാകരന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അല്ലെങ്കിൽ മനസ്സെന്ന് പറയുന്നത്. കാരണം നേതൃത്വം ഈ സീറ്റ് കിട്ടില്ല എന്നുള്ളൊരു ഉറപ്പ്, സീറ്റ് നൽകില്ല എന്നുള്ളൊരു ഉറപ്പ് അല്ലെങ്കിൽ ഒരു സൂചന ലഭിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹം വൈകാരികമായിട്ടുള്ള ഒരു കുറിപ്പ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇട്ടത്. കാരണം കണ്ണൂരുമായുള്ള അദ്ദേഹത്തിന്റെ ആത്മബന്ധം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ കണ്ണൂരിലെ കോൺഗ്രസ് എന്നാൽ കെ സുധാകരൻ ആയിട്ട് അത് കുറേ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി കോൺഗ്രസ് കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ് കെ സുധാകരൻ. അദ്ദേഹത്തിന്റെ വാക്കു തന്നെയാണ് കണ്ണൂരിലെ കോൺഗ്രസിലെ നേതാക്കൾക്ക് തന്നെ അവസാന വാക്ക്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചു അല്ലെങ്കിൽ സീറ്റില്ല എന്നുള്ളൊരു സൂചന പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് അതിൽ കടുത്ത അമർഷമുണ്ട്, അദ്ദേഹത്തിനും കടുത്ത അമർഷമുണ്ട്. മാത്രമല്ല നേരത്തെ തന്നെ ഇദ്ദേഹത്തിന് ഈ കണ്ണൂരിൽ മത്സരിക്കാൻ ഒരു ഉറപ്പ്, മത്സരിക്കാൻ സീറ്റ് നൽകുന്ന ഉറപ്പ് നേരത്തെ തന്നെ നേതൃത്വം നൽകിയിരുന്നു. പക്ഷെ അതില്ല എന്ന് ഇപ്പോൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ അമർഷം ഒരു വൈകാരിക പോസ്റ്റായിട്ട് കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ അദ്ദേഹം കണ്ണൂരിലെ ഈ വസതിയിലുണ്ട്. നമ്മളിപ്പോൾ ഈ വസതിക്ക് മുന്നിലാണ് നിൽക്കുന്നത്. അദ്ദേഹം കാണുന്നില്ല, മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ മനസ്സ് തുറക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമ്മളും പ്രതീക്ഷയ്ക്കുണ്ട് അദ്ദേഹം ഒരുപക്ഷെ താഴേക്ക് ഇറങ്ങി വന്ന് അദ്ദേഹത്തിന്റെ മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ അനുയായികളൊക്കെ തന്നെ കണ്ണൂർ ജില്ലയിലെ പല ഭാഗത്തു നിന്നും അദ്ദേഹത്തെ കാണാനായി തന്നെ രാവിലെ മുതൽ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഈ കണ്ണൂരിൽ വീട്ടിലുള്ളപ്പോൾ ഉള്ളപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരുപാട് ആളുകൾ കാണാൻ ദിവസം വരുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോഴും. മാത്രമല്ല കണ്ണൂരിലെ പ്രധാനപ്പെട്ട നേതാക്കൾ അടക്കമുള്ളവർ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ തന്നെ അദ്ദേഹത്തിന് ഐക്യദാർഢ്യവുമായി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവരിലെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കടുത്ത അമർഷം തന്നെ കെ സുധാകരനെ മത്സരിപ്പിച്ചില്ലെങ്കിൽ കണ്ണൂരിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അതിന്റെ സൂചനകൾ തന്നെയാണ് രാവിലെ DCC ഓഫീസിന് മുന്നിലും പോസ്റ്ററുകളായി നമ്മൾ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.